നമ്മുടെ GCD ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ്റെ രൂപീകരണമായിട്ടുള്ള ഇന്നത്തെ ചർച്ചയാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഫൗണ്ടേഷൻ ആദ്യമായിട്ട് ലോകത്തെമ്പാടുമുള്ള ക്രിപ്റ്റോ കറൻസി ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതേപോലെ നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഫൗണ്ടേഷൻ രൂപീകരിക്കുന്നു എന്നുള്ളൊരു ചർച്ച അതിനെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് മിസ്റ്റർ ജയകുമാർ, ഒരു പ്രവാസിയായിട്ടുള്ള ജയകുമാർ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫൗണ്ടേഷൻ രൂപം നൽകുകയാണെന്നൊക്കെ അറിയുന്നു. അപ്പോൾ അതുമായിട്ട് സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സാർ ഇൻവോൾവ് ആണോ? സാർ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും മേഖലയിൽ നിൽക്കുന്നുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ചർച്ചയാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഈ GCD ഫൗണ്ടേഷൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത്. അതെയോ? ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇനി കുറച്ചുകൂടെ വിപുലീകരിച്ചുകൊണ്ട് നമുക്ക് ഏപ്രിൽ മാസത്തോടു കൂടി സംസ്ഥാന തലം, ഇപ്പോൾ ഇതിൻ്റെ ആരംഭമാണ്. സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ ഒരു വിപുലമായ സമ്മേളനം വിളിച്ചു കൂട്ടി പുതിയ ഭാരവാഹികൾ, അവരാണ് ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരെ അതിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഒരു താൽക്കാലികമായിട്ടുള്ള സംവിധാനങ്ങളാണ്. ഇപ്പോൾ ആരംഭമാണല്ലോ. അപ്പോൾ ആരംഭത്തിന് വേണ്ടിയിട്ട് നമ്മളിതൊക്കെ ഇത് പ്രവർത്തിക്കുക മാത്രമേ ഉള്ളൂ. ആരാണ് യോഗ്യതയുള്ള കഴിവുള്ള ആൾക്കാർ, ആരാണോ നമുക്ക് ഇത് പ്രയോജനപ്പെടുത്താവുന്ന ആരാണോ അവരെ വെച്ചുകൊണ്ട് എല്ലാ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും, അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെ മലയാളികളുണ്ടോ അവരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അവരുടെ കൂടെ സാന്നിധ്യത്തോടു കൂടി ആ രാജ്യങ്ങളിലെല്ലാം, ഇപ്പോൾ അമേരിക്കയിലെല്ലാം ആളുണ്ട്, UK ആളുകളുണ്ട്, അവരെല്ലാം മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യത്തും ഇതിൻ്റെ ഘടകങ്ങളുണ്ടാക്കി ആ രാജ്യത്തിൽ ഒരാളെ ഇതിൻ്റെ പ്രസിഡൻ്റാക്കിക്കൊണ്ട് ഇതിൻ്റെ കമ്മിറ്റി പ്രവർത്തിക്കും. കേരളത്തിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ സംസ്ഥാന തലത്തിലെ ഈ ഏപ്രിൽ മാസത്തോടു കൂടി നടക്കുന്നതിന് ശേഷം എല്ലാ ജില്ലകളിലും, അതുപോലെ തന്നെ താലൂക്ക് അടിസ്ഥാനത്തിൽ, പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ, വാർഡ് അടിസ്ഥാനത്തിൽ ഇതിൻ്റെ വിപുലമായ കമ്മിറ്റികൾ വരും. ഓരോ വീട്ടിലും ഉള്ള ക്യാമ്പയിൻ ചെയ്ത് എല്ലാ വീടുകളെയും അംഗങ്ങളാക്കിക്കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് കേരളത്തിലെ മുഴുവൻ വീടുകളെയും ഇതിൽ അംഗങ്ങളാക്കിക്കൊണ്ട് മെമ്പർമാരാക്കി ഇതിൻ്റെ ഈ GCD ക്രിപ്റ്റോ കറൻസി അതിൻ്റെ അകത്ത് ആ പ്രോജക്റ്റിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം. ഒരു 8 വർഷം ഒരു സമയമെടുത്ത പ്രൊജക്റ്റാണ്. അതിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നമുക്ക് അതിനൊരു റിട്ടേൺസ് ഉണ്ടാവും, റെമ്യൂണറേഷൻ ഉണ്ടാവും. അപ്പോൾ ആ തരത്തിൽ എല്ലാ വാർഡുകളിലും, അതിനൊരു ഒരു പഞ്ചായത്ത് തലത്തിലാണെങ്കിലും ഒരു പ്രസിഡന്റ് ഉണ്ടാവും, വൈസ് പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, പിന്നെ 20 പേരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവും. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും ക്രോഡീകരിച്ചുകൊണ്ട് ഇത് വലിയൊരു ജനകീയ മൂവ്മെൻ്റായിട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ഇത് കേരളത്തെ രക്ഷിക്കാൻ വേറെ ഒന്നിനും കഴിയില്ല. ഇത് അവസാനത്തെ ശ്രമമാണ്. ഇത് ആ നിലയിലാണ് ഇതിനെ കാണുന്നത്. ഈ ഫൗണ്ടേഷൻ്റെ പ്രാഥമികമായ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഈ പറഞ്ഞു കൂടാതെ വേറെ എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞില്ല, കേരളത്തിൻ്റെ അവസ്ഥ ആർക്കും രക്ഷിക്കാനാവാത്തൊരവസ്ഥയിൽ തകർന്ന് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയല്ല കേരളത്തെ. അപ്പോൾ ഇവർക്ക് ഈ ജീവിക്കാൻ ഇവിടെ ഇതുകൊണ്ട് നോക്കി, ഈ പ്രോജക്റ്റ് കൊണ്ട് നോക്കി, ഇതിൻ്റെ വരുമാനം കൊണ്ട്, ഇതിൻ്റെ മാർക്കറ്റ് വില കൊണ്ട് നമുക്ക് എല്ലാവരും ലക്ഷങ്ങൾ. സാർ മുമ്പ് പറഞ്ഞ 10ഓളം പ്രോജക്റ്റുകൾ, 10ഓളം പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ എല്ലാം ലാഭം ഇവർക്ക് വരികയാണ്. പിന്നെ തന്നെയല്ല, ഇത് പിന്നെ നാളെ ഇനി ശേഷം നമ്മൾ ഇത് മാർക്കറ്റ് കറൻസിയിലേക്ക് മാറുമ്പോഴത്തേക്ക് അതിൻ്റെ ഗ്ലോബലായിട്ട് അതിൻ്റെ വാല്യൂ കൂടുമ്പോഴത്തേക്ക് ഇന്ന് ഒരു ബിറ്റ്കോയിന് 82 ലക്ഷം രൂപ വിലയുള്ളതുപോലെ ഇതിൻ്റെയും വില ഒരു 2-3 കൊല്ലം കൊണ്ട് തന്നെ കുതിച്ചു വരും. GCD ടോക്കണിൻ്റെ വില ഭയങ്കരമായിട്ട് കുതിച്ചു വരും, ലക്ഷങ്ങളും കോടികളുമായി മാറും. അപ്പോൾ കേരളത്തിലെ മുഴുവൻ ആൾക്കളെയും ലക്ഷാധിപതിയാക്കി കോടിപതികളാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ അന്തിമമായ ലക്ഷ്യം. ഇപ്പം ഫൗണ്ടേഷന്റെ ബേസിക്കലായിട്ട് ഒരു കറൻസി എന്ന് ഉദ്ദേശിക്കുന്നത് ഡിജിറ്റൽ കറൻസി പോലെയുള്ള ഡിജിറ്റൽ കറൻസി ഇനിയും ഭാവിയിലേക്ക് ഡിജിറ്റൽ കറൻസിയാണ് വരുന്നത്. അപ്പോൾ ആ ഡിജിറ്റൽ കറൻസിയിലേക്കാണ് നമ്മൾ നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തലത്തിലുള്ള വലിയൊരു മൂവ്മെൻ്റ് ആയിട്ട് നടക്കും. മറ്റേ ഈ ഇന്നുള്ള ക്രിപ്റ്റോ കറൻസി പോലെ അല്ലത്. അവരാർക്കും ചിന്തിക്കാനാവാത്ത ഒരു കാര്യമാണ് കേരളത്തിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ ഈ GCD പ്രൊജക്റ്റിലൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ 10 പ്രോജക്റ്റുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ഒരുപാട് ചാരിറ്റി വർക്കുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ആലോചിക്കുന്നുണ്ട്. ഇന്ന് ഒരു സഹായമില്ലാതെ വിഷമിക്കുന്ന, പഠിക്കാൻ കഴിവുള്ള കുട്ടികൾക്ക് പഠിക്കാൻ നിർവാഹമില്ലാതെ വേദനിക്കുന്ന കുടുംബങ്ങളുണ്ട്. പിന്നെ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാരെ നമ്മൾ ഈ ലാഭത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ട് ആ ചാരിറ്റി വർക്കുകളിലും നമ്മൾ മുമ്പോട്ട് വരും. എങ്ങനെയും നമ്മുടെ നാട്ടിലെ ജനങ്ങളെ രക്ഷിക്കും, ജനങ്ങളുടെ സേവനം, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഈ പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. അത് എല്ലാ നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അന്തർദേശീയമായി ലഭിക്കേണ്ട വ്യവസ്ഥകളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ലൈസൻസും വാങ്ങിച്ചുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത്.
ആർക്കും ഒരു കളങ്കം ഉണ്ടാവാത്ത തരത്തിൽ, ഒരു സംശയത്തിന് ഇടപെടുക്കാത്ത തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇതുകൊണ്ടുണ്ടാകാൻ പോകുന്നത്. ഫൗണ്ടേഷന് പിന്നെ പല മേഖലയിലുള്ള കാര്യങ്ങൾ ഇടപെടാമല്ലോ. ഒരു ചാരിറ്റി അല്ലെങ്കിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാ രാജ്യത്തും ഇപ്പോൾ അമേരിക്കയിൽ തന്നെയുള്ള പ്രമുഖരായ പല ആൾക്കാരും ഇതുവരെ സഹകരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അമേരിക്കയുടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു പിന്നെ ചാക്കോട്ട് രാധാകൃഷ്ണൻ, അദ്ദേഹം അവിടുത്തെ അമേരിക്കയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതിൻ്റെ ഉണ്ട്, എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പം ഞാൻ അയർലൻഡിനോട് സംസാരിച്ച് അവർ അവിടെ ആൾക്കാർ വരാൻ തയ്യാറായിട്ടുണ്ട്. അയർലൻഡിൽ ഇപ്പോൾ വെളി രാജ്യങ്ങളിലേക്ക് ആകുമ്പോൾ ഇതിൻ്റെ അവാർഡ് മേളകൾ നടത്താൻ പറ്റും, കൾച്ചറൽ പ്രോഗ്രാമുകൾ നടത്താൻ പറ്റും. ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സമ്മേളനത്തിന് മുൻകൂട്ടി ഡേറ്റ് തീരുമാനിച്ചിട്ട് അവരെയൊക്കെ അറിയിക്കും. അപ്പോൾ ലോകത്തുള്ള ആർക്കും മലയാളികളായിട്ട് എവിടെയൊക്കെ ഉണ്ടോ അവിടേക്കൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരെ നമ്മൾ ക്ഷണിക്കുന്നതിലേക്ക് അവരെ വിളിച്ച് നമ്മൾ അന്നത്തെ 1-2 ദിവസം നീണ്ടു നിൽക്കുന്ന ആ ചർച്ചകളിലൂടെ എല്ലാ രാജ്യത്തും ഒരേ സമയത്ത് തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനുള്ള ഏർപ്പാടുണ്ട്. അല്ല, മലയാളികൾ മാത്രമല്ല, നമുക്കിപ്പോൾ ആർക്കിനകത്ത് ഇപ്പം നമ്മളെവിടെയൊക്കെ അധ്യക്ഷിക്കുമ്പം വെടി രാജ്യങ്ങളിൽ പോകുമ്പോൾ പല രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട്, പല എല്ലാ രാജ്യത്തും മലയാളികളുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് എളുപ്പം ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. എങ്കിലും നമ്മൾ ഇപ്പോൾ ദുബായ് പോലുള്ള സ്ഥലത്ത് നിന്ന് ഈ ബിസിനസ്സുകളുടെ ഇങ്ങനെയുള്ളതിൻ്റെ ഹബ്ബുകളാണ്. അപ്പോൾ അവിടെയൊക്കെ ചെന്ന് നമുക്ക് വിവിധ രാജ്യങ്ങളിലുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾ അവരെ ഉൾപ്പെടുത്തി നമ്മളത് ഇപ്പോൾ ഇതിപ്പോൾ മലയാളത്തിലും അതുപോലെ തന്നെ മറ്റ് ഭാഷകളിലും ഇംഗ്ലീഷിലും അതിൻ്റെ വീഡിയോ എല്ലാം തയ്യാറാക്കി നല്ല രീതിയിൽ തയ്യാറാക്കി നമ്മളിത് ഭയങ്കരമായി ക്യാമ്പയിൻ ചെയ്യും. ഇപ്പം നമ്മൾ ദുബൈയിലെ ഹബ്ബ് എന്ന് പറയുമ്പോൾ അവിടേക്ക് അറബികളും US-ലുള്ള വലിയ വലിയ ബിസിനസ് മേഖലയിലുള്ള ആളുകളും അല്ലെങ്കിൽ ഇതുപോലെ താല്പര്യമുള്ള ആളുകളൊക്കെ ധാരാളമുണ്ട്. ഇല്ല, നമുക്ക് ഇപ്പോൾ നമ്മളൊന്ന് അവിടെ പോകേണ്ടി വരും. അതാണ്, ദുബായി പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെ അറിയപ്പെടുന്ന വ്യവസായികളെ അടക്കമുള്ള ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റും. അതുകൊണ്ടാണല്ലോ ഇതിൻ്റെ രജിസ്ട്രേഷൻ. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ ഇതിൻ്റെ വേറെ ഒരെണ്ണമുണ്ട്, പിന്നെ ഗ്ലോബൽ പീസ് എന്നും പറഞ്ഞിട്ട് ഒരു സംഘടനയുണ്ട്. ഞാൻ അതിൻ്റെ ഒരാളാണ്. സമാധാനത്തിൻ്റെ ഗ്ലോബൽ പീസ് എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ട്രിവാൻഡ്രത്തുള്ള സോണിയ മത്സരം എന്ന സിനിമാ നടിയാണ് അവരതിൻ്റെ ആൾ. ഞാൻ അവരും കൂടെ ദുബായി പോയിരുന്നു, വൈഫും ഉണ്ടായിരുന്നു. ഞാൻ ദുബായി പോയി ഒരുപാട് ആൾക്കാർ പങ്കെടുത്തു അവിടെ. അതേപോലുള്ള പ്രോഗ്രാമുകൾ അവിടെ പോയി ഞങ്ങളുടെ കാര്യം വിശദീകരിച്ച് അവിടെ ഒരു കമ്മിറ്റിയെ കൊണ്ടാക്കി ഒരുപാട് പേരുണ്ട്. അവിടെ ഈ ഷെയ്ക്കിൻ്റെയൊക്കെ വലിയ അടുത്ത ആൾക്കാർ അടക്കം ഉണ്ട്. അവിടെയൊക്കെ നമ്പർ ഒരുപാടിലുണ്ട്. അപ്പോൾ നമുക്ക് അവരെയൊക്കെ വിളിച്ചു കൂട്ടിക്കൊണ്ട് അവിടെ വിപുലം നടത്താൻ പറ്റും. നമുക്കിപ്പം ഇതിന്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ ലക്ഷ്യമാണിത്. കാരണം ഇത് ഭയങ്കര ലക്ഷ്യമാണിത്. കാരണം വേറെ ആർക്കും ഈ നാടിനെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്ന് 100% തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള ഒരു സംരംഭമാണിത്. എങ്ങനെ ഈ നാടിനെ രക്ഷിക്കണം, ആ ചിന്തയാണ് എന്നെയും ഇതിലോട്ട് അടുപ്പിച്ചിട്ടുള്ളത്. അതെ, നല്ലൊരു ആശയമാണ്. ഈ ആശയങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ ആശംസിക്കുന്നു. കൂടാതെ ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഞാൻ ഇന്നത്തെ ഒരു രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. രാഷ്ട്രീയമൊന്നുമില്ല. അതിപ്പോൾ ദേവി താമരേഷൻ പങ്കെടുക്കുന്നതുകൊണ്ട് ദേവി താമരേഷൻ്റെ രാഷ്ട്രീയത്തിൻ്റെ എന്തെങ്കിലും ഒരു പുതിയ ഒരു മാർഗമാണോ എന്നൊക്കെ ചിന്താഗതി വരികയില്ല. ഒരു രാഷ്ട്രീയമില്ല. അതായത് രാഷ്ട്രീയത്തിനും മതത്തിനും ജാതിക്കും എല്ലാത്തിനും അതീതമായി മനുഷ്യന്റെ നന്മ. പിന്നെ അങ്ങേ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയല്ലേ, എ വി താമരാഷനെ കുറിച്ചുള്ളൊരു ഇമേജ് എന്ന് പറയുന്നത് എൻ്റെ ഭാവനയിലേക്ക് ഒരു വ്യത്യസ്തമാണ് എന്ന് പറയാൻ കാര്യം, ഞാൻ 8 വയസ്സ് മുതൽ എ വി താമരാഷൻ സാറുമായിട്ട് എൻ്റെ ഫാദറും അല്ലെങ്കിൽ അവരുമായിട്ടൊരു ഒരു ആത്മബന്ധം. ഞാൻ ഈ 8 വയസ്സ് മുതൽ താങ്കളുടെ സംഘടനയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ എനിക്ക് താങ്കളുമായിട്ടൊരു അഭിമുഖം നടത്താൻ സാധിച്ചതിലും അപ്പോൾ ഇതിലൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞാൽ വളരെ. പിന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് താങ്കൾ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ താങ്കളെ കുറിച്ചുള്ള ഇമേജ് ഇന്നുള്ള ഇമേജിനേക്കായി വീണ്ടും ഒരു വർദ്ധിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിപ്പം പറയുമ്പോൾ എല്ലാം പറയും. ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇപ്പോൾ എന്തിനിറങ്ങിയാലും ഇപ്പോൾ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകൾ ഇറങ്ങുമ്പോൾ പറയുന്നത് അദ്ദേഹം സിനിമാ നടനായിരുന്നു, ഇപ്പം BJP-യിൽ വന്നു, മറ്റുള്ള പുള്ളിക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാർഗ്ഗങ്ങൾ ചെയ്യാണ്, അല്ലെങ്കിൽ ഇവിടെ സ്ഥാപിക്കുകയാണെന്ന് പറയുന്നു. അദ്ദേഹം അല്ലാതെ തന്നെ ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഒരുപാട് കാര്യം ഉണ്ട്. സാറ് കഴിഞ്ഞ പറഞ്ഞൊരു കുട്ടിയെ സഹായിച്ചു എന്ന് പറയുന്നു. അങ്ങനെ എത്രയോ ആളുകൾക്ക് എത്രയോ മേഖലയിൽ ഞാൻ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ അക്കൗണ്ടിൽ കാശ് കൊടുത്തു 2 ലക്ഷം. അപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം വരുവാണെങ്കിൽ സാർ അതിനെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ എ വി താമരാഷൻ്റെ രാഷ്ട്രീയത്തിലെ വേറെ കാര്യമുണ്ട്. ഞാനൊരു ഉറച്ച ഈശ്വരവിശ്വാസിയാണ്. അതായത് ഈ എല്ലാ ജീവജാലങ്ങളും ആ സൃഷ്ടിയുടെ ഭാഗമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ ജാതിയില്ല, മതമില്ല, എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റും? അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം
അത് 7 തലമുറ അനുഭവിക്കുന്നതിലാണ് എൻ്റെ അനുഭവത്തിൽ ഞാൻ നടത്തിയ ഗവേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം എൻ്റെ ഇന്ന് വരെയുള്ള എൻ്റെ വരുമാനത്തിൻ്റെ ഒരു സിംഹഭാഗവും ഞാൻ ചാരിറ്റി കൊടുക്കുക. ഇപ്പം ഞാൻ അതിന്ന് പലർക്കും അങ്ങനെയുള്ള അറിവുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയത്തില്ല. അതായത് എനിക്ക് ഒരു മാസം ഇപ്പം 90,000 രൂപയോളം പെൻഷനായിട്ട് കിട്ടും. ഒരു 75,000-80,000 രൂപ അടുത്ത് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുക. 3 കുട്ടികളെ, പാവപ്പെട്ട കുട്ടികളെ അവരുടെ എല്ലാ ചിലവും എടുത്തുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പോസ്റ്റ് ഗ്രാജുവേറ്റ്. എനിക്ക് അഭിമാനം തോന്നി. ഒരു പാവപ്പെട്ട അച്ഛനില്ലാത്തൊരു കുട്ടിയെ, ആരില്ലാത്തൊരു കുട്ടി, ആ കുട്ടി ഇവിടെ ഞാനില്ലായിരുന്നു, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. 10-12 വർഷത്തിന് മുമ്പാണ് നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞു. അപ്പോൾ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി കാട്ടൂരുന്നു, ആ കുട്ടിക്ക് ഇത് കരയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പേര് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പോൾ പേര് പറഞ്ഞ് സൗമ്യമോളെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ചേർത്തല പവിത്ര സാറിനെ, ട്രാവൻകൂർ കെയർ മാക്സിൻ്റെ പവിത്ര സാറിനെ വിളിച്ച് പറഞ്ഞിട്ട് പുള്ളി അവിടെ എക്സ്റേ ഹോസ്പിറ്റലിൽ കൊടുത്തു, ജനറൽ നേഴ്സിംഗ്. അവൾ ജനറൽ നേഴ്സിംഗ് പാസ്സായി കഴിഞ്ഞപ്പോഴാണ് ആ കുട്ടിയെ അമ്മയായിട്ട് എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിനി അവിടെ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ഡൽഹിയിൽ പോകുന്നു പറഞ്ഞു. നമ്മൾ ഡൽഹി തനിക്കാരാ ഉള്ളത്? എനിക്കാരും ഇല്ല. എൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പോകുന്നുണ്ട്, അവരുടെ കൂടെ പോകാൻ പോകും. ഞാൻ ഒരിക്കലും പോകരുത്, അപകടമാണത്. എനിക്കറിയാം ഡൽഹിയിൽ പോയി ഞാൻ എന്താ സംഭവിക്കുന്നുള്ളത്. പിന്നെ അവളുടെ ആ കുട്ടിയുടെ ജീവിതം പോയി. ഞാൻ എന്നിട്ട് അവസാനം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ 1 വർഷം വാങ്ങിച്ചു കൊടുത്തു, NRHF സ്കീമിൽ. അന്ന് MLA എന്നുള്ള നിലയിൽ വാങ്ങിച്ചു കൊടുത്തു. 1 കൊല്ലം വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചോളൂ, എനിക്ക് ജനറൽ നേഴ്സിംഗിലേ ഉള്ളൂ, BSc നേഴ്സിംഗ് പാസ്സായ തനിക്ക് UK പോകാൻ പറ്റും, നല്ല ശമ്പളം കിട്ടും. ഇവിടെ 8,000-10,000 2 ലക്ഷത്തിന് മുകളിലാണ് ശമ്പളം. അപ്പോൾ ആ കുട്ടി പറഞ്ഞ് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 7 സെൻറ്റ് സ്ഥലവും ഒരു വീടുമാണ് ഉള്ളത്, ചെറിയ വീടുമാണ്. അത് പണയം വെച്ച് ബാങ്കിൽ കൂടെ ലോൺ എടുത്ത് ഞാൻ കൂടെ സഹായിച്ച് ആ കുട്ടിയെ UK കിട്ടി. ആ കുട്ടി UK BSc നേഴ്സിംഗ് പാസ്സായി. പക്ഷേ അവിടെ IELTS പാസ്സാകും, അത് പാസ്സായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കാര്യം ചെയ്ത് താൻ 1 കൊല്ലം കൂടെ അവിടെ പഠിക്കും. MBAക്ക് ചേരും, ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്. അങ്ങനെ MBAക്ക് ചേർന്ന് MBA പാസ്സായിട്ടും ഇത് പാസ്സായില്ല. അപ്പോൾ ആ കുട്ടി തിരിച്ചു വരേണ്ടി വരും. ഞാൻ ഉറങ്ങിയിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഇത്രയും പാവപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ പറഞ്ഞു ഇവിടെ വിട്ട് അതിന് വീടും കടപ്പെടുത്തിലാക്കി ഇപ്പം അതിൻ്റെ ജീവിതം അനാഥമായി പോകുമല്ലോ എന്നൊരവസ്ഥ വിശേഷം. ഇവിടെ അങ്കമാലിയിൽ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ കൊണ്ടുവരുന്ന അവിടെ കൊണ്ട് ഞാൻ ചേർത്തിട്ട് പറഞ്ഞ് IELTS പാസ്സാക്കണം കുട്ടിയെന്ന് പറഞ്ഞു. അവരുടെ കന്യാസ്ത്രീ അമ്മമാർ അവർ കാര്യമായിട്ട് അടിച്ച് 3 മാസം കൊണ്ട് അവളെ IELTS പാസ്സാക്കി. പിറ്റേ ആഴ്ച ആ കുട്ടിയെ UK വിട്ടു. അവിടെ ലണ്ടനിലുള്ള റോയൽ ഹോസ്പിറ്റലിൽ നേഴ്സായിട്ട് കിട്ടി. 2.25 ലക്ഷം രൂപ ശമ്പളമുണ്ട് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ തനിക്ക് 3 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, തനിക്ക് MBA ഉണ്ടല്ലോ, അവിടെ ഈ 4-5 ലക്ഷം രൂപ ശമ്പളം കിട്ടും, ഈ നഴ്സിംഗ് ഹോമിലെ മാനേജറായിട്ട് പോയാൽ പറ്റും. അപ്പോൾ MBAക്കാരാണ് വേണ്ടത്. അതിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്ത് 55 ലക്ഷം രൂപ ഇയർലി കോൺട്രാക്റ്റിൽ ആ കുട്ടിക്ക് ജോലിയായി. അങ്ങനെ അവിടെ പോയി ജോയിൻ ചെയ്ത ശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി ഞാൻ പറഞ്ഞു എൻ്റെ കല്യാണം വേണമെന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടുകാരൻ്റെ പയ്യനെ തന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് അവിടെയുള്ള എഞ്ചിനീയർ പയ്യനാണ്, നല്ലൊരു ഫാമിലി, നല്ലൊരു പയ്യൻ. അങ്ങനെ ഗുരുവായൂർ ഞാനും വൈഫുമായിട്ട് പോയി. അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്ന് ആ കുട്ടി വിവാഹം കഴിച്ച് കൊടുത്ത് അയച്ചു വിട്ടു. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് UK പോയപ്പോഴത്തേക്ക് ഒരു 3 ദിവസം അവിടെ പോയി ഞാനും വൈഫാണ് വീട്ടിൽ പോയി താമസിച്ചു. എന്തൊരു ഹാപ്പിയായി. അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന സന്തോഷം ഇതാണ്. ഇപ്പം ഇതൊന്നും ലോകത്തിന് അറിയില്ലല്ലോ. അല്ല, നമ്മളാരും അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതല്ലേ, ഇപ്പം ഇതാണ് ലോകം നോക്കുമ്പോൾ എൻ്റെ പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ 5-ാം തീയതി ആകുമ്പോൾ എൻ്റെ അക്കൗണ്ട് കാര്യമാണ്. പിന്നെ ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വൈഫ് നോക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്തു വരുന്നില്ല. അങ്ങനെ സഹകരിക്കാൻ ഭാഗ്യമാണത്. അതെ, അങ്ങനെ സഹകരിക്കാൻ പറ്റിയ. പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് സാറിൻ്റെ മക്കളെക്കുറിച്ചും അവരുടെ ഒരു കഴിവിനെ കുറിച്ചും ഒക്കെ. മക്കൾ അവരുടെ നിന്ന് 10 പൈസകൾ വാങ്ങിക്കാറില്ല. ഞങ്ങൾ 1 പൈസ വാങ്ങിക്കാറില്ല. ഞാൻ വൈഫ് വാങ്ങിക്കാറില്ല. ഞങ്ങൾ UK പോകണമെങ്കിൽ ഞങ്ങൾ കാശ് മുടക്കി പോവുക. അവരെ കൊണ്ട് ശരി, അവർ സുഖമായിട്ട് അവിടെ ജീവിച്ചോട്ടെ, അവരെ ഡിപ്പെൻഡ് ചെയ്തില്ല ഞങ്ങൾ. പിന്നെ വൈഫ് നമുക്ക് എന്തിനും സഹകരിക്കും. ഞാനിപ്പോഴും കടം മേടിക്കുന്ന വൈഫിൻ്റെ ഇപ്പോഴും കൊടുക്കാറുണ്ട്, ഒരുപാട് കാശ് കൊടുക്കാറുണ്ട്. അല്ല, ആരും ചിന്തിക്കും. ചർച്ചയിൽ ഞാൻ പറയുമായിരുന്നു, ഞാൻ അതല്ല, ഈ ചേർത്തലയുള്ള ഒരു കുടുംബത്തിലെ അവർ വലിയൊരു ക്രൈസിസ് ആയിപ്പോയി. 2 പെൺകുട്ടികൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുക, സെക്കൻഡ് ഇയറേ ആയിരുന്നു. അന്ന് അവർക്ക് നല്ല ബിസിനസ്സും ഉണ്ടായിരുന്നു, ഈ നല്ല ജോലി ഉണ്ടായിരുന്നു. കേസിലായി അവർ ജയിലിലടക്കം പോണ്ടി വന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് 2 കുട്ടികളുടെ പഠിത്തം മുടങ്ങുന്നൊരവസ്ഥ. ആരും സഹായിക്കും. ബന്ധുക്കളൊക്കെ നല്ല സാമ്പത്തികമുള്ളവരാണ്, ഒരാളെ സഹായിക്കാനുണ്ടായില്ല. ഞാൻ അവസാനം എൻ്റെ കയ്യിലൊന്ന് 5 ലക്ഷം രൂപ എൻ്റെ പെൻഷൻ കിട്ടിയതിൻ്റെ ബാക്കി ഇവിടെ കിടപ്പുണ്ടായിരുന്നു, അതെടുത്ത് കൊടുത്തു.
ഇപ്പോൾ എൻ്റെ അടുത്ത് ഈ ആലപ്പുഴയിൽ തന്നെയുള്ള വൈഫിൻ്റെ ഒരു ഫ്രണ്ട് അവർ മധ്യപ്രദേശിൽ ജോലിയുള്ളതാണ്. അപ്പം ഹസ്ബൻഡ് റിട്ടയറായിട്ട് വന്നു. 10 ലക്ഷം രൂപ കയ്യിലുണ്ട്. അപ്പോൾ ഹസ്ബൻഡിനാണെങ്കിൽ ആഴ്ചയിൽ 2 ഡയാലിസിസ് ഉണ്ട്. ഈ പെൻഷൻ കൊണ്ട് പറ്റത്തില്ല. ആ 10 ലക്ഷം രൂപ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കാശ് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ആ 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കും. ഒരു 30,000 രൂപ മാസം പലിശ കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. 2 മാസം പലിശ കൊടുക്കും. പിന്നെ കാശ് കൊടുക്കാൻ അവിടെ പൈസ ഇല്ല. അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ആ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. മാസം 30,000 രൂപ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുക അവർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ ആ കുട്ടികൾ 2 MBBS പാസ്സായി. ഒരു ആമ്പയ്യനുള്ളത് അവൻ ഡൽഹി പഠിച്ചവൻ IAS കോച്ചിങ് നടക്കുകയാണ്. കിട്ടും ഡെഫിനറ്റായിട്ട്. അപ്പോൾ ആ കുടുംബം ഇന്ന് രക്ഷപ്പെട്ടത് എല്ലാം ഈ ഒറ്റ ഇപ്പോൾ 60 ലക്ഷത്തിന് മുകളിൽ രൂപകളും പലപ്പോഴായിട്ട് കൊടുത്തത് ഈ പലിശ ഉൾപ്പെടെ ഒരാൾ കിടക്കുകയാണ്. നമ്മുടെ ഈ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ്റെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രധാനമായിട്ട് ഒരു സാമ്പത്തികമൊക്കെ ആണല്ലോ. ഈ സാമ്പത്തിക ഇടപാടും കാര്യങ്ങളും സാമ്പത്തികമായിട്ട് ബാങ്ക് ലോൺ എടുക്കാൻ പറ്റും. ഏത് പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ലോൺ കിട്ടും. പ്രോജക്റ്റുകൾക്ക് നമ്മൾ ഇതിൻ്റെ സമിതിയൊക്കെ ഒന്ന് നന്നായിട്ട് വന്നു കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ നമുക്ക് ഇതിൻ്റെ കണക്ക് വരുമാനമൊക്കെ ഉണ്ടല്ലോ. മെമ്പർമാരുടെ വരുമാനം ഇതെല്ലാം നമ്മുടെ ആസ്തിയായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും പ്രോജക്റ്റുകൾക്ക് ഫണ്ട് കിട്ടും. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ടി, നമ്മുടെ ഈ ഒരാളൊരു വീട് വെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, ഇപ്പോൾ സാധാരണ ഒരു ഗതിയിൽ നമ്മളൊരു വീട് വെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ സമ്പാദ്യം അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കുന്ന കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നു. അതിനുശേഷം ഒരു കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് അതിൻ്റെ പ്രോജക്റ്റുകളെല്ലാം തയ്യാറാക്കുന്നു, ബാങ്കിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്ത് അവരങ്ങ് പോകുന്നു. അവരുടെ കയ്യിലുള്ള പൈസ മുഴുവൻ മുടക്കി അവർ വീട് വെച്ചു. അപ്പോൾ അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ തീർന്നു. പിന്നെ അവരവിടെ താമസിക്കാൻ തുടങ്ങുന്നു. പിന്നെ വരുമാനം വരുമ്പോൾ അവർ ജീവിക്കുന്നു. ഞാൻ എൻ്റെ ഒരു ധാരണയിൽ ഞാൻ കേട്ടിരിക്കുന്നത്, GCDയുടെ ഒരു പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ GCDയുടെ ഒരു മെമ്പർ ആണെങ്കിൽ, അവർ നമ്മുടെ GCDയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീട് വെക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ അവരുടെ പ്രോജക്റ്റ് നമ്മൾ ഏറ്റെടുക്കുന്നതും GCD ഏറ്റെടുക്കുന്നതിനും അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രോജക്റ്റുകൾ തയ്യാറാക്കുകയും നമ്മുടെ നിലയിലുള്ള അല്ലെങ്കിൽ GCD ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രാക്ടർമാരെ, GCD ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു. GCD മെമ്പേഴ്സായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അവർ സാധാരണഗതിയിൽ വീട് വെച്ച് കഴിയുമ്പോൾ അവർക്ക് 0 ആയി തീരുകയാണ് അവരുടെ കയ്യിലുള്ള പൈസയെല്ലാം. നമ്മളുടെ ഇവിടെ നാളെ അവർ വീട് വെക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇതിനുവേണ്ടി സംരംഭത്തിന് ഇറങ്ങുമ്പോൾ, നമ്മൾ മുഖാന്തരമായി ഇവിടെ ചെയ്യുന്നതുകൊണ്ട്, GCD ആയി മുഖാന്തരമായി ചെയ്യുമ്പോൾ അവർക്കൊരു സർട്ടൺ എന്നല്ലെങ്കിൽ നമ്മുടെ ഒരു ടോക്കൺ അവർക്ക് കൊടുക്കുകയാണ്. ഒരു 100 ടോക്കണോ അല്ലെങ്കിൽ 1000 ടോക്കണോ അവർക്ക് നമ്മൾക്ക് ഈ കോൺട്രാക്ട് തന്നതുകൊണ്ട്, നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നേരത്തെ ഈ GCD ആയിട്ട് ബന്ധപ്പെട്ട ആളുകളല്ല, GCDയിലെ മെമ്പറല്ല. അപ്പോൾ അവരിതിലേക്ക് വരുന്നത് കൊണ്ട് നമ്മളുടെ മേഖലയെ കഴിവുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരെ സഹായിക്കുകയും, കൂടാതെ അവർ നമ്മളുടെ ഇവിടെ നിന്ന് ഒരു 100 ടോക്കൺ അവർക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. നമുക്കറിയാലോ, ഇന്നിപ്പം പലരും ബിൽഡിംഗ് കോൺട്രാക്ടറും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കോൺട്രാക്ടർമാർ ഒരു കമ്മീഷൻ കൊടുക്കുമല്ലോ. അതിന് പകരം നമ്മൾ ഈ വീട് വെക്കുന്ന വ്യക്തിക്ക് നമ്മൾ അങ്ങോട്ട് കമ്മീഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു 100 ടോക്കണോ ഒരു 1000 ടോക്കണോ അവിടെ നമ്മൾ കൊടുക്കുമ്പോൾ, നാളെ അവർ 50 ലക്ഷമോ 60 ലക്ഷമോ 1 കോടി ഉണ്ടാക്കി നിർമ്മിച്ച ഈ വീട് അവരുടെ ആസ്തിയായിട്ട് കിടക്കുന്നു. പക്ഷേ അതിനുപരി അവർക്ക് അതിനകത്ത് വരുമാനമൊന്നുമില്ല. നമ്മളുമായിട്ട് അസോസിയേറ്റ് അല്ലെങ്കിൽ GCD ഫൗണ്ടേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഈ ടോക്കൺ അവർ കൈവശം വെച്ചിരിക്കുന്നത് കൊണ്ട്, സാറ് പറഞ്ഞതുപോലെ ടോക്കണിൻ്റെ വില നാളെ ഉയരുമ്പോൾ നാളെ ഒരു അവസരത്തിൽ 1 കോടിയോ 2 കോടിയോ 5 കോടിയോ അവർക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നൊരു പ്രോജക്റ്റാണ്, അല്ലയോ? അതായത് അവര് ഈ GCDയിൽ മെമ്പർ ആവുന്നു, അവർ ടോക്കൺ എടുക്കുന്നു. അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. അതായത് നമ്മൾ ഈ പ്രോജക്റ്റിൻ്റെ അകത്ത് ഒരു തരത്തിലും ആൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ വഴിവിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഇതെല്ലാം കുളമായി പോയി. അത് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എല്ലാ മെമ്പർ വീടുകളെയും, കേരളത്തിലുള്ള മുഴുവൻ ഹൗസ് ഹോൾഡിനെയും ഇതിലെ മെമ്പർമാരാക്കുക. ആക്കി കഴിയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഒരു വീട് വെക്കണം. നമ്മളതിന് വേണ്ട എല്ലാ സഹായവും നമ്മൾ ചെയ്യും. ഇവൻ ബാങ്ക് ലോൺ അടക്കം അവരുടെ പേരിൽ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ സംഘടിപ്പിച്ച് കൊടുക്കും. പ്രോജക്റ്റ് നമ്മൾ തയ്യാറാക്കി നമ്മുടെ മെമ്പർമാരായിട്ടുള്ള ബിൽഡേഴ്സ് ഉണ്ട്, അവരെ കൊണ്ട് അത് ചെയ്യിക്കും. ആ തരത്തിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കും. ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ബാങ്ക് അവർ ലോൺ എടുക്കുന്നതൊക്കെ അവർ ബാങ്കിലൂടെ ഉത്തരവാദിത്തം ബാങ്കിലൂടെ ചെയ്യും. നമുക്ക് ഇതിലുമായിട്ട് ബന്ധപ്പെടുത്താൻ ഇല്ല, ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ തരത്തിൽ നമ്മൾ എല്ലാ സഹായവും നമ്മൾ ചെയ്യും. അവർക്ക് വേണ്ടി പ്രോജക്റ്റ് തയ്യാറാക്കി ബാങ്ക് സബ്മിറ്റ് ചെയ്യുന്നതും ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ പ്രോജക്റ്റ് മുഖേന ചെയ്യാം. അവരുടെ കാര്യം നമ്മൾ ഏറ്റെടുക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുക്കുക.
ആർക്കെങ്കിലും പോകണമെങ്കിൽ അതും ബാങ്കിൽ എന്തൊക്കെ ലോൺ കിട്ടുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ രീതി നമ്മൾ ചെയ്യിക്കും. അപ്പോൾ അവർക്ക് ഉത്തരവാദിത്തം വരും. അത് അവർക്ക് നമ്മൾ അവർക്ക് എല്ലാത്തിനും സഹായിയായിട്ടുണ്ടാവും. GCD ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാമാണ് ഫൗണ്ടേഷൻ. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത് നമുക്ക് വിപുലമായി നമ്മൾ വർക്ക് ചെയ്ത് ഒരു ക്ലാസ് എടുത്ത് ഇത് ആൾക്കാരെ പഠിപ്പിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ പ്രവർത്തകർ ആ രീതിയിൽ എടുക്കണം. എടുത്തു കഴിയുമ്പോൾ വലിയൊരു മൂവ്മെൻറ്റ് നമ്മളതാ ഉദ്ദേശിക്കുന്നത്. ഒരു കുടുംബം പോലും ഉണ്ടാകാൻ പാടില്ല. 1733 എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും ഒരു കുടുംബത്തിന്? ഒരു മാസം പെൻഷനായാലും മതി. അവരുടെ ഓൾഡ് ഏജ് പെൻഷൻ ഉള്ളവരായാലും മതി. അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആ രീതിയിലേക്ക് മുടക്കും. ആ തരത്തിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ ഉദ്ദേശിക്കുന്നത്. അതെല്ലാം ഈ വർഷം കൊണ്ട് ഈ മാർച്ചോട് കൂടി നമ്മുടെ ഈ ഫണ്ട് എടുത്തിട്ട് നമ്മൾ ലോൺ കൊടുക്കുന്നില്ല.